സൂക്തം എന്ന വാക്കിന് സുഉക്തം, നല്ലവർ പറഞ്ഞ നല്ല വാക്ക് എന്നാണ്. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. ഇത് മന്ത്രമാണ്. വേദങ്ങളിലെ മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് ചില നിയമങ്ങൾ ഋഷിമാർ കൊണ്ടുവന്നിട്ടുണ്ട്. നമസ്കാരം, വേദപരിചയത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വേദത്തെക്കുറിച്ചും അത് വേദം ഋഷിമാർക്ക് ലഭിച്ചതാണെന്നും അപൗരുഷേയ ജ്ഞാനമാണെന്നും ധർമ്മത്തിൻ്റെ മൂലമാണെന്നും വേരുകളാണെന്നും ഒക്കെ പറഞ്ഞു. അത് വേദങ്ങൾ 4 വേദങ്ങൾ സ്തുതി, പ്രാർത്ഥന, ഉപാസന, സംരക്ഷണം എന്ന 4 തത്വങ്ങൾ വിശദീകരിക്കുന്നതാണ്, അടങ്ങിയിരിക്കുന്നതാണ്, വിശദീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. ഇത് ഉദാഹരണവും പറഞ്ഞു. നമുക്ക് വേദങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കാം. വേദങ്ങളിൽ നമ്മൾ കാണുന്ന 4 വേദങ്ങളിലും ഉള്ളത് മന്ത്രങ്ങളാണ്. അതിൽ ഋഗ്വേദം, സാമവേദം, അഥർവവേദം എന്നീ 3 വേദങ്ങളിൽ പദ്യരൂപത്തിലാണ് മന്ത്രങ്ങൾ. അതേസമയം യജുർവേദം ഗദ്യരൂപത്തിലാണെന്ന് ഋഷിമാർ പറയുന്നു. പക്ഷേ ഈ 4 വേദങ്ങൾക്കും ആ മന്ത്രങ്ങളടക്കമുള്ളവ, ആ മന്ത്രങ്ങൾ ഗദ്യമാണെങ്കിലും പദ്യമാണെങ്കിലും ആ മന്ത്രങ്ങൾ വിന്യസിച്ചിരിക്കുന്നതിന് ചില നിയമങ്ങളും ചിട്ടകളും വകുപ്പുകളും ഒക്കെയുണ്ട്. എല്ലാ വേദങ്ങളിലും മന്ത്രങ്ങൾ കൂടിച്ചേർന്ന് നിരവധി മന്ത്രങ്ങൾ, ചിലപ്പോൾ 5 മന്ത്രങ്ങളാകാം, ചിലപ്പോൾ 10 മന്ത്രങ്ങളാകാം, അങ്ങനെ കൂടിച്ചേർന്ന് 22 മന്ത്രങ്ങൾ കൂടിച്ചേർന്നാവാം സൂക്തങ്ങളുണ്ടാകുന്നു. സൂക്തം എന്ന വാക്കിന് സുഉക്തം, നല്ലവർ പറഞ്ഞ നല്ല വാക്ക് എന്നാണ്. അപ്പോൾ ഈശ്വരൻ, യാതൊരു കളങ്കവുമില്ലാത്ത ഈശ്വരൻ പറഞ്ഞ നല്ല വാക്കാകുന്നു വേദം. ലളിതമായ അർത്ഥമാണ്. അപ്പോൾ അങ്ങനെ മന്ത്രങ്ങൾ കൂടിച്ചേർന്ന് സൂക്തങ്ങളുണ്ടാവും. ഇപ്പം വളരെ പ്രസിദ്ധമായ ചില സൂക്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം, ഐകമത്യ സൂക്തം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിവിധ സൂക്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പേരുകൾ. അതിൽ ഭാഗ്യസൂക്തത്തിൽ ചില വേദങ്ങളിൽ, യജുർവേദത്തിൽ 5 മന്ത്രമുണ്ട്, 7 മന്ത്രം ഉള്ളതുണ്ട്. കൃഷ്ണ യജുർവേദത്തിലൊക്കെ മന്ത്രസംഖ്യ കൂടുതലാണ്, ചില പാഠങ്ങൾ കൂടുതൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ചില ന്യായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വരട്ടെ, നമ്മൾ ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഞാൻ. പുരുഷ സൂക്തം ഋഗ്വേദത്തിലുണ്ട്, യജുർവേദത്തിലുണ്ട്, സാമവേദത്തിലുണ്ട്. സൂക്തത്തിലെ മന്ത്രസംഖ്യകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട്. ഋഗ്വേദത്തിൽ അത്രയും അല്ല യജുസിൽ, അതത്രയും അല്ല സാമത്തിൽ. ഋഗ്വേദം ചൊല്ലുന്ന രീതിയിലല്ല യജുർവേദം ചൊല്ലുന്നത്, യജുർവേദം ചൊല്ലുന്ന രീതിയിലല്ല സാമവേദം ചൊല്ലുന്നത്. ഇതിനൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. ഇരിക്കട്ടെ, നമുക്കതിലേക്കൊക്കെ പതുക്കെ വരാം. അങ്ങനെ മന്ത്രങ്ങൾ കൂടിച്ചേർന്ന് സൂക്തങ്ങളുണ്ടാകുന്നു, സൂക്തങ്ങൾ ചേർന്ന് അധ്യായങ്ങളുണ്ടാകുന്നു, മണ്ഡലങ്ങളുണ്ടാകുന്നു. അങ്ങനെ അവയൊക്കെ ചേർന്നാണ്. ഇപ്പോൾ ഋഗ്വേദത്തിലാണ് 10 മണ്ഡലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 10 മണ്ഡലങ്ങളിലും കൂടെ ഋഗ്വേദത്തിൽ 10,552 മന്ത്രങ്ങളാണുള്ളത്. 10,552 മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് ആരും എടുത്തു മാറ്റിയിട്ടില്ല, പുതുതായിട്ട് കൂട്ടിച്ചേർത്തിട്ടില്ല. ഏതാണ്ട് അതിൻ്റെ നേർപകുതി മന്ത്രങ്ങൾ അഥർവവേദത്തിലുണ്ട്. അഥർവവേദത്തിലുള്ളതിൻ്റെ നേർപകുതിയോളം മന്ത്രങ്ങളാണ് യജുർവേദത്തിലുള്ളത്. എണ്ണം ഋഗ്വേദത്തിലെ അതേ മന്ത്രങ്ങളല്ല, ഋഗ്വേദത്തിലുള്ളതുപോലെ ഋഗ്വേദത്തിൽ 10,552 മന്ത്രങ്ങളുണ്ടെങ്കിൽ അത് അഥർവവേദത്തിൽ വരുമ്പോൾ 5000 ചില്ലുവാനം മന്ത്രങ്ങളാകുന്നു എണ്ണം. അത് യജുർവേദത്തിലെത്തുമ്പോൾ 2000 ചില്ലുവാനം മന്ത്രങ്ങളാകുന്നു. പിന്നെ സാമവേദത്തിൽ യജുർവേദത്തിൽ എത്ര എണ്ണം മന്ത്രങ്ങളുണ്ടോ അതിൻ്റെ പകുതി കൂടുതലായിട്ടൊരു 101 മന്ത്രങ്ങളല്ലാതെ കൂടുതലായിട്ട് ഉണ്ട്. ഇതാണ് വേദങ്ങളിലെ മന്ത്രങ്ങളുടെ എണ്ണം. ഈ മന്ത്രങ്ങൾ ചിലതൊക്കെ ഋഗ്വേദത്തിലെ മന്ത്രം അഥർവത്തിലും സാമത്തിലും യജുസിലും ഒക്കെ ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പുരുഷ സൂക്തം, ഗായത്രി പോലെയുള്ള മന്ത്രങ്ങൾ, സാവിത്രി, ഋക്ക് പോലെയുള്ളവ പിന്നെ ഋഗ്വേദത്തിൽ മാത്രമല്ല സാമവേദത്തിലും അതേ മന്ത്രം കാണാം, യജുസിലും കാണാം, ചില മന്ത്രങ്ങൾ അഥർവത്തിൽ കാണാം. ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ മന്ത്രങ്ങൾ കൂടിച്ചേർന്ന്, മന്ത്രങ്ങളിങ്ങനെ ചേർന്നാണ് സൂക്തങ്ങളും പിന്നെ അധ്യായങ്ങളും മണ്ഡലങ്ങളും ഒക്കെ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ മന്ത്രങ്ങളെ പൊതുവെ മന്ത്രഭാഗത്തെ, വേദങ്ങളുടെ മന്ത്രഭാഗത്തെ പറയുന്നത് സംഹിത എന്നാണ്. മലയാളത്തിൽ ഇത് മലയാള ബ്രാഹ്മണർ, നമ്പൂതിരിമാർ പറയും ചങ്ങത എന്ന് പറയും. ഒരു മലയാളീകരിച്ച പ്രയോഗമാണ് ചങ്ങത.
ചങ്ങത ചൊല്ലിക്കുക എന്ന് പറയും. സംഹിത എന്ന ഭാഗം അപൗരുഷേയമാണ്. വേദങ്ങളുടെ സംഹിതാഭാഗം മന്ത്രഭാഗങ്ങളാണ്. അതിനെ സംഹിതാഭാഗമെന്നും മന്ത്രഭാഗമെന്നും പറയും. അവയാണ് അപൗരുഷേയം. നേരത്തെ പറഞ്ഞല്ലോ, അപൗരുഷേയം എന്നതിൻ്റെ അർത്ഥം ഈശ്വരൻ നൽകിയത്, ഈശ്വരൻ സൃഷ്ടിച്ചത്, ഈശ്വരൻ രചിച്ചത് എന്നാണ്. ഈശ്വരീയ ജ്ഞാനം എന്നാണ്. ഈശ്വരൻ എങ്ങനെയാണോ തുടക്കവും ഒടുക്കവും ഇല്ലാതിരിക്കുന്നത്, ആരംഭവും ജനനവും മരണവും ഇല്ലാതിരിക്കുന്നത്, അനാദിയായിരിക്കുന്നത്, അതുപോലെ ഈശ്വരൻ്റെ ജ്ഞാനവും അനാദിയായിരിക്കുന്നു, അപൗരുഷേയമായിരിക്കുന്നു. അത് മനുഷ്യനുണ്ടാക്കിയതല്ല ആ ജ്ഞാനം. അപ്പോൾ ഈ മന്ത്രങ്ങൾ മുഴുവനും മനുഷ്യർക്ക് ലഭിച്ചതാണ്. ഈശ്വരനിൽ നിന്ന് സൃഷ്ടിയുടെ ആദിയിൽ തന്നെ ഋഷിമാരിലൂടെ മനുഷ്യർക്ക് ലഭിച്ചതാണ്. അപ്പോൾ ആ സംഹിതാഭാഗം ഇങ്ങനെ മന്ത്രങ്ങൾ ഇങ്ങനെ അണമുറിയാതെ പോകുന്നതാണ്. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. ഇത് മന്ത്രമാണ്, സംഹിതാഭാഗമാണ്. ഇതുപോലെ ഗായത്രി മന്ത്രം, തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഇത് മന്ത്രഭാഗമാണ്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോമുക്ഷീയമാമൃതാത്. ഇത് മന്ത്രഭാഗമാണ്, സംഹിതാഭാഗമാണ്. ഇങ്ങനെ മന്ത്രങ്ങൾ ഈ രീതിയിൽ നമ്മൾ ആലപിച്ചു പോകാറുണ്ട്, ചൊല്ലാറുമുണ്ട്. പക്ഷേ വേദങ്ങളിലെ മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് ചില നിയമങ്ങൾ ഋഷിമാർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മന്ത്രം വെറുതെ അങ്ങനെ ചൊല്ലാൻ പാടില്ല. മന്ത്രം ചൊല്ലുമ്പോൾ ആ ചൊല്ലുന്നതിൻ്റെ രീതി മാറുന്നതിനനുസരിച്ച് അർത്ഥവ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ രണ്ടുപേര് സംസാരിക്കുന്നു, ഒരാൾ മറ്റൊരാളിനോട് പറയാണ് തീ എന്ന് പറഞ്ഞാൽ തീ വെറുതെ ഇങ്ങനെ പറയുകയാണ്. മറ്റേയാൾ കരുതും, ഓ ഇയാൾക്ക് സിഗരറ്റ് വലിക്കാനോ മറ്റോ തീ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്തോ തീ കൊണ്ടെന്തോ ആവശ്യമുണ്ട് എന്ന് തോന്നും. പെട്ടെന്ന് തീ എന്ന് പറഞ്ഞാലോ ഞെട്ടും. തീ കൊണ്ടെന്തോ അപകടം വരുന്നു എന്നാണ് അർത്ഥം. പെട്ടെന്ന് എവിടെയോ, അതായത് തൻ്റെ തൊട്ടടുത്ത് എവിടെയോ തീ പിടിക്കുന്നു എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. നമ്മൾ പെട്ടെന്ന് ജാഗരൂകരാകും. അപ്പോൾ ഇതുപോലെ വേദമന്ത്രങ്ങൾക്ക് ഇത് ആ ഉച്ചാരണത്തിലെ വ്യത്യാസം കൊണ്ട്, ആ ഭാവപ്രകടനം കൊണ്ട് ഒക്കെ അർത്ഥവ്യത്യാസം വരുന്നു. അതുപോലെയാണ് വേദമന്ത്രങ്ങളും. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിലെ ആ വ്യത്യാസം കൊണ്ട് അതിന് അർത്ഥവ്യത്യാസം വരും. ഉച്ചാരണത്തിൽ വരുന്ന ശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് അർത്ഥവ്യത്യാസം വരും. ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. ചില ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ, ഇന്ദ്രശത്രു എന്നൊരു വാക്ക് 3 തരത്തിൽ ഉച്ചരിക്കുമ്പോൾ 3 അർത്ഥങ്ങൾ വരുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഉദാഹരണങ്ങൾ ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, നമുക്ക് ഇതിലേക്ക് മടങ്ങി വരാം. അപ്പോൾ അർത്ഥവ്യത്യാസം വരുന്ന ആ പ്രക്രിയ അത് നമ്മൾ ഈ ചൊല്ലുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ അർത്ഥവ്യത്യാസം വരുത്തി വേദമന്ത്രങ്ങൾ ചൊല്ലുന്നതിന്, അങ്ങനെ ചൊല്ലി പഠിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ പഠിക്കുന്നതിൻ്റെ പേരാണ് ഓത്തു പഠിക്കുക എന്ന് പറയും. നമ്മളിപ്പോൾ പലപ്പോഴും പിന്നെ ഈ മുസ്ലിം ജനവിഭാഗത്തിൽ ഓത്തു പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുന്നു എന്ന് വെച്ചാൽ ഖുർആൻ ഓതാൻ പഠിക്കുകയാണ്. അവരുടെ മതഗ്രന്ഥമായ ഖുർആൻ ഓതാൻ, ചൊല്ലാൻ കുട്ടികൾ പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഈ മദ്രസയോടൊക്കെ ചേർന്ന്, അല്ലെങ്കിൽ മദ്രസകളെ തന്നെ ഓത്തുപള്ളിക്കൂടം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും അധികം കേൾക്കാറില്ല. പക്ഷേ അത് ചൊല്ലി പഠിക്കുന്നതിനെയാണ് പറയുന്നത്. അതുപോലെ അത് പണ്ട് പ്രാചീന കാലത്ത് വേദങ്ങളിൽ നിന്ന് ഉണ്ടായ ആ പദ്ധതിയെ പിന്നീട് പിന്തുടർന്നതാണ് പിൽക്കാലത്ത്. അപ്പോൾ വേദങ്ങളിലാണ് ഈ വേദം ചൊല്ലിപ്പഠിക്കുന്ന രീതി വന്നത്. വേദം എഴുതി വെച്ച് പഠിക്കാറില്ല, വേദം ചൊല്ലിയാണ് പഠിക്കുന്നത്. അതിൻ്റെ പേര് ഓത്ത് ചൊല്ലിപ്പഠിക്കുക എന്നാണ്. അത് നമുക്ക് വിശദമായിട്ട് ആ മന്ത്രഭാഗം എങ്ങനെയാണ് ചൊല്ലിപ്പഠിക്കുന്നത്, അതിന് എത്ര പാഠങ്ങളുണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം പരിശോധിക്കാം. നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.